പാലക്കാട് നിന്നാണ്. ചോദിച്ചോളൂ സാർ. ഇപ്പോൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ്. പലപ്പോഴും അതൊരു എനർജി ലെവലിൽ അല്ലെങ്കിൽ അരൂപമായിട്ടുള്ള ഒരു ലെവലിൽ ഹീലിംഗ് ഉറപ്പാക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഹോമിയോപ്പതിക്കെതിരെയും ആയുർവേദത്തിനെതിരെയും ശാസ്ത്രീയതയില്ലാത്ത ചികിത്സാ രീതിയാണെന്നുള്ള ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ മെഡിസിനൽ പ്ലാന്റ്സിന് ശാസ്ത്രീയതയില്ല എന്നുമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെ ഹോമിയോപ്പതി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഈ ഹോമിയോപ്പതി സംവിധാനം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ പാൻഡമിക്കിനെതിരെയൊക്കെയുള്ള ഏത് തരത്തിലുള്ള ഒരു കോർഡിനേഷനാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ ആഗോളതലത്തിലും ഹോമിയോപ്പതിയുടെ സംവിധാനം എങ്ങനെയാണ് ഇതിന് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഭയത്തിൽ നിന്ന്, അനാവശ്യമായ ഭീതിയിൽ നിന്ന് പൊതുജനങ്ങളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് നടപടികളാണ് ഹോമിയോപ്പതി വിഭാഗത്തിൻ്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള നീക്കങ്ങളായിട്ട് പുറത്തു വരുന്നത്? ഓക്കെ, രണ്ട് ചോദ്യം വേണം. ഞാൻ വളരെ ശരിക്കും മറുപടി പറയും. ആദ്യത്തെ ചോദ്യം എൻ്റെ ഒരു ശാസ്ത്രീയ സംബന്ധിച്ച ഞാനതിൽ ഹോമിയോ കോളേജിൽ ചേരുന്നതിന് മുന്നേ കേട്ട് തുടങ്ങിയ, അതായത് ഇപ്പോൾ ഈ 28-നോടേനും ഒരു 4 വർഷം അടിച്ചു, ഒരു 32 വർഷമായിട്ട് കണ്ടിരിക്കുന്നവരെ ആ ഒരു ചോദ്യം ഈ മരുന്നുകൾ എങ്ങനെ ആക്ട് ചെയ്യുന്നുള്ള അതായത് ഞാൻ വളരെ വിശദമായ പറഞ്ഞിലേക്ക് പോകുന്നില്ല. ഒന്ന്, അതിൻ്റെ ഈ 12x വരെയുള്ള ഫുഡ്നേഴ്സിന്റെ മരുന്നിന്റെ കണ്ടന്റ് ഉണ്ട്. അതിനകത്ത് 12x വരെ എന്ന് പറയുന്നത് 1, 2, 3, 4 അങ്ങനെ 12x 12C എന്ന് പറയും. X, C തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് കരപദാർത്ഥം. അതിനുശേഷമുള്ള 32 1 നമ്പർ 10 നമ്പർ 50 ചെയ്യും 6 ബട്ടൺസ്. അപ്പോൾ ഈ 12x 12C കൂടെ മൊത്തത്തിൽ 31 പൊട്ടൻഷ്യലുകളാണ്. അതിനകത്ത് 25-നെ കുറിച്ച് ഈ പറഞ്ഞ ആശയമില്ല. അതിനകത്ത് മെഡിസിന്റെ കണ്ടന്റ് ഉണ്ട്, അങ്ങനെ ആക്ട് ചെയ്യുന്നു. ശാസ്ത്രീയ സംബന്ധിച്ചുള്ള വേറെ നടക്കുന്നില്ല ഈ മെഡിസിന്റെ കണ്ടന്റ്. ഇനി അത് സംബന്ധിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നാനോടെക്നോളജിക്ക് ഒരു പഠനം ഉണ്ടാവും, ഫോർമാറ്റിസിറ്റി എല്ലാം കൃത്യമാണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോറസെൻസ് സ്പെക്ട്രോമീറ്റർ, രാമൻ സ്പെക്ട്രോമീറ്റർ വെച്ചിട്ട് 13 1 hour നിർവചിക്കാൻ പറ്റുന്നത്. അത് കുറച്ച് ഫിസിക്സാണ്, ചെലവ് കൂടും. ഇനി മൂന്നാമതൊരു കാര്യം, കഴിഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് ഒരു MOU സൈൻ ചെയ്തു, ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. 7 MOU ആണ് സൈൻ ചെയ്തത്. അതിലൊന്ന് ഹോമിയോപ്പതി. നമ്മളത് ഒരു കാര്യം ചിന്തിക്കണം. ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ സയൻസ് എന്താ പറയുക ഏറ്റവും കുടുമുടിയിൽ നിൽക്കുന്നതാണ്, അതിന്റെ നിറയെ നിൽക്കുന്ന ആൾക്കാർ. അവർ പറഞ്ഞാൽ പറയുന്നത് ഈ പറയുന്ന യുക്തിവാദികൾക്ക് എത്ര താഴെയാണ്. അപ്പൊ അവർ ഈ പറയുന്ന കാര്യത്തിൽ സയൻസ് കണക്കിൽ അതിനകത്ത് കാരണമുണ്ട്. അപ്പൊ ആ പഠനം മുന്നോട്ട് വരുമ്പോൾ അത് ശരിയാവും. മറ്റൊന്ന്, മെഡിസിന്റെ കണ്ടന്റിനെ സംബന്ധിച്ച് ഈ രാമൻ സ്പെക്ട്രോമീറ്റർ ഇപ്പൊ നമ്മൾ നടത്താൻ പോകുന്ന സ്റ്റഡി തന്നെയാണ്. അത് ഒരു കാലമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ സയന്റിഫിസിറ്റിയെ സംബന്ധിച്ച തർക്കങ്ങൾ ഇല്ല. പിന്നെ ഞങ്ങൾ പൊതുവെ തർക്കങ്ങളിൽ പോകാനില്ല. 3 വിഭാഗം ആൾക്കാരുള്ള ആണുള്ളത്. ഒന്ന്, ജീവിതത്തിൽ ഇന്നൊരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടില്ല, ഇതിനകത്ത് കഴിക്കാനും ഒന്നിന്റെ വിശ്വാസമില്ല, കഴിഞ്ഞാൽ ഇരിക്കേണ്ട സമയം. അപ്പോൾ അവർക്കായിട്ട് നമുക്ക് മറുപടി തൽക്കാറില്ല. 2, ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇതിന് ആക്ഷൻ ഉണ്ടോന്നൊരു സംശയമുണ്ട്, അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ് ഇത്. 3, ഹോമിയോ മെഡിസിൻ കഴിക്കുന്നുണ്ട്, ആക്ഷൻ ഉണ്ടെന്ന് പറയാം, അവർക്ക് ഈ സംശയമുണ്ട്. ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ റിസർച്ച് വേണമെന്ന് പറയുന്നത് നമ്മുടെ തന്നെയാണ്. മറ്റൊന്ന്, റിസർച്ച് നടത്തുന്നില്ല, പിയർ റിവ്യൂ നടത്തി റിസർച്ചാണ് നമുക്ക് സെൻട്രൽ CCR സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി, അതിന്റെ നാഷണൽ മെന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും കോട്ടയത്താണ്. അവിടെ കമ്പാരിറ്റീവ് ആൻഡ് ക്രോസ് കമ്പാരിറ്റീവ് എന്ന് വെച്ചാൽ ഒരു 30 ആൾക്കാർക്ക് അലോപ്പതി മെഡിസിൻ കൊടുക്കും, 30 ആൾക്ക് അവിടെ മെഡിസിൻ കൊടുക്കും, കമ്പയർ ചെയ്യും. അലോപ്പതി തിരിച്ച് ഹോമിയോപ്പതി, തിരിച്ച് ഹോമിയോപ്പതി ഒപ്പം കലാമതി അലോപ്പതി. അത് അലോപ്പതി ഡോക്ടർമാരുടെ കൂടെ അവിടെ ഡോക്ടർ മോഹൻ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത്. അപ്പൊ അങ്ങനെ ക്രോസ് കമ്പയർ സ്റ്റഡികൾ ഇഷ്ടം പോലെ നടക്കുന്നത്. പിന്നെ ഈ എന്താ പറയുക, ഒരു വലിയ കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ഡോളേഴ്സ് ചെലവഴിച്ച സ്റ്റഡികൾ നടക്കുന്നില്ല. അത് ഞങ്ങൾ കുഴപ്പമില്ല, തന്നാൽ മതി. ഞാൻ പറഞ്ഞത് നേരത്തെ 58 ലക്ഷം അവിടെ കട്ട് ചെയ്തു. അപ്പൊ സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റഡികളെ സംബന്ധിച്ചുള്ള ആ ഒരു ഡാറ്റ കഴിഞ്ഞു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ടാരും വർത്താൻ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഒരു ക്ലബ് ഹൗസിൽ പറഞ്ഞു, ഒരു പഠനം നടന്നിട്ടില്ല. മന്ത്രി പറഞ്ഞില്ലേ നിയമസഭയിൽ. അപ്പൊ അത് വെറുതെ ആളാകാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാര്. ബേസിക്കലി ആ സർക്കാൻ വരുന്ന ആൾക്കാർ എവിടെയോ എപ്പോഴും MBBS എടുക്കണമെന്നോ ഡോക്ടറാണെന്ന് ആഗ്രഹമുണ്ട്, അത് സാധിച്ചില്ല. അതിനൊക്കെ ഒരു പ്രോബ്ലമാണ്, അത് ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു വലിയ ഒരു ചോദ്യമാണ്. ബേസിക്കലി അതിന്റെ ഉത്തരവ് ആദ്യമായിട്ട് ആയുഷാണ് ഒരു മെഡിസിൻ പറഞ്ഞു ആശ്രയിക്കാൻ.
ഓൾ ഓവർ ദ വേൾഡ് ആണ്. മില്യൺ കണക്കിന് ആളുകൾ ഉപയോഗിച്ചതിന്റെ റിപ്പോർട്ട്സ് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 130 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സൂം മീറ്റിംഗ് IRPS ഒക്കെ സംഘടന നടത്തി. 5 ദിവസങ്ങൾ നടക്കാം. 130 രാജ്യങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് അവരുടെ എക്സ്പീരിയൻസ് ഇക്കാര്യത്തിലുള്ളത് ഷെയർ നമ്മുടെ ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെയുള്ള കൂട്ടായ്മകൾ ഉയർന്നു വന്നതാണ്. ബേസിക്കലി സാർ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിവാദം ഉണ്ടായതും ഈ ചവിട്ടിത്തരിച്ചതും അടിച്ചമർത്തും ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത്. അടിച്ചമർത്തുന്നവര് കൂടുതൽ ശക്തി കുറവായിരിക്കും. ഇതുകൊണ്ടുണ്ടായത് ഞങ്ങൾ വിഘടിച്ച് ഹോമിയോപ്പതിക്കാരുണ്ട് പല രീതിയിലുള്ള സ്കൂളുകൾക്ക്. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി. ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ തമ്മിൽ കാണാൻ വേണ്ടതെന്നുള്ളതല്ല വലിയ ബന്ധം. ഇപ്പം ബയ്യായി ഒരു ദിവസം കാണാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധമായി. അപ്പോൾ ഒറ്റക്കെട്ടായിട്ടാണ് നീങ്ങുന്നത്. ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് തന്നെ വരും. പഠനങ്ങളൊക്കെ വെളിയിൽ വരും. ശുഭാകാംക്ഷ.